പുലി ഭീതിയിലാണ് സുൽത്താൻ ബത്തേരി നഗരവാസികൾ. പ്രദേശത്ത് പുലിയെ കണ്ടതിന് പിന്നാലെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് വനംവകുപ്പ്. പ്രദേശവാസിയായ കളരിക്കണ്ടി സുബേറാണ് ഇന്നലെ വൈകിട്ട് പുലിയെ കണ്ടത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേർന്നു. സുർജിത്ത്, ഇപ്പോൾ നഗര വനമേഖലയില്ലാതെ ഈ പുലി, കടുവ, വന്യമൃഗ ഭീതി അവിടെ മാത്രമല്ല പല സ്ഥലത്തെയും ആശങ്കയാണ് നിലവിൽ. ഈ സംഭവത്തെപ്പറ്റി വനംവകുപ്പ് പറയുന്നത് എങ്ങനെയാണ്? ഈ പുലി ഇപ്പോൾ എവിടെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ സുർജിത്ത്? പൂർണ്ണമായും നഗരപ്രദേശമാണ് ഈ മേഖല. പ്രത്യേകിച്ച് ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ്. ആ വഴിയിലാണ് ഇങ്ങനെ പുലി സാന്നിധ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. ഇന്നലെ പുലർച്ചെയാണ് ഈ പുലി 5:30 ഇത് റോഡ് മുറിച്ചു കിടക്കുന്നതാണ് സുബൈർ എന്ന് പറയുന്ന ഡോക്ടർ സുബൈറിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിനുശേഷം ഇദ്ദേഹം നാട്ടുകാരെ വിവരം അറിയിച്ചു. നാട്ടിൽ ഒരു ചെറിയ പരിശോധന നടത്തിയപ്പോൾ തോട്ടങ്ങളിലെല്ലാം തന്നെ കാൽപ്പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനുശേഷമാണ് ഒരു CCTV ആ പ്രദേശത്തുണ്ട്. പള്ളിയോട് ചേർന്നുള്ള ഒരു സ്ഥാപനത്തിൻ്റെ CCTV ആണ്. ആ CCTV ഇന്നലെ വൈകിട്ടാണ് പരിശോധന നടത്തിയത്. ആ വൈകിട്ട് നടത്തിയ പരിശോധനയിൽ പുലി ശരിക്കും ആ മതിലെടുത്ത് ചാടുന്ന തരത്തിലുള്ള ദൃശ്യമാണ് പുറത്തു വന്നത്. ഇതോടുകൂടി ആശങ്കയിലായ ആളുകൾ, പ്രത്യേകിച്ച് ആ പ്രദേശം എന്ന് പറയുന്നത്, അവിടുത്തെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് അവിടെ ധാരാളം വീടുകളുള്ള ജനവാസ കേന്ദ്രം ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ പ്രദേശം. അതോടൊപ്പം തന്നെ സ്കൂളുകളുണ്ട്, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, മതപഠന സ്ഥാപനങ്ങളടക്കമുണ്ട്. ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആശങ്കയ്ക്ക് ആക്കം കൂടാനുള്ള കാരണം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ പുലി എന്ന സ്ഥിരീകരണവും ഉണ്ടായി. കാരണം ദൃശ്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ അത് പുലി എന്ന് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ പൊന്തക്കാടുകൾ, അതോടൊപ്പം തന്നെ അത്തരത്തിൽ മറഞ്ഞിരിക്കാൻ തോട്ടങ്ങളടക്കമുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെ മറഞ്ഞിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഇതാണ് ഇങ്ങനെ ഒരു ആശങ്കയായി നിലനിൽക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കാടിൽ നിന്നൊക്കെ 10-30 കിലോമീറ്റർ അകലെയുള്ള സ്ഥലങ്ങളിൽ പോലും കടുവയും പുലിയും ഒക്കെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഏതു ഭാഗത്താണ് കടുവ ഉണ്ടാവാതിരിക്കുക എന്ന കാര്യം ഓർക്കുമ്പോൾ പേടിയുണ്ട്. അത് ഈ മാത്രമല്ല പല സംഭവങ്ങളായി നമ്മളത് കാണുകയും ചെയ്യുന്നു.